ചലച്ചിത്ര രംഗത്തെ മികച്ച ഒരു സംവിധായകനും തിരക്കഥാകൃത്തുമാണ് സച്ചി എന്ന KR സച്ചിദാനന്ദൻ. അദ്ദേഹം മലയാളികൾക്ക് നൽകിയ ഏറ്റവും മികച്ച മൂവി ആണ് നമ്മുടെ അയ്യപ്പനും കോശി എന്ന് പറയുന്ന മൂവി. ഒരുപാട് അഭിനയ മികവ് കൊണ്ട് അഭിനേതാക്കളും ഡയറക്ഷൻ്റെ കഴിവ് കൊണ്ട് ഡയറക്ടറും തിരക്കഥ കൊണ്ട് അദ്ദേഹം തന്നെ വളരെ വ്യത്യസ്തമാക്കിയ ഒരു മൂവിയാണ് അയ്യപ്പനും കോശിയും. 2020 പുറത്തിറങ്ങിയ അയ്യപ്പനും കോശിയും സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ശക്തമായ സിനിമയാണ്. അയ്യപ്പൻ നായരെ അവതരിപ്പിച്ചിരിക്കുന്നത് ബിജു മേനോനാണ്. കോശി കുര്യനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സമ്പത്തിൻ്റെ അഹങ്കാരത്തിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ആൾരൂപമാണ് അദ്ദേഹം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ നമ്മുടെ നിയമ സംവിധാന പണവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് എങ്ങനെ അട്ടിമറിക്കാം എന്നതിൻ്റെ ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ് കോശി കുര്യൻ എന്ന ഈ കഥാപാത്രം. അയ്യപ്പനും കോശി എന്ന സിനിമയിൽ ധന്യ അനന്യ എന്ന നടി ചെയ്ത ജെസ്സി എന്ന കഥാപാത്രം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു അട്ടപ്പാടിയുടെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിത്തം മാറാത്ത ഒരു പെൺകുട്ടി. അതെങ്ങനെ പോലീസുകാരി ആയെന്ന് നമുക്ക് ആദ്യമൊക്കെ തോന്നും. പക്ഷെ ആ ഒരു പ്രേക്ഷകൻ്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് ഒറ്റയടിക്കത്തുള്ള ഒരു മാറ്റമായിരുന്നു വെറും 2 വാക്കുകൊണ്ട് ജെസ്സി എന്ന കഥാപാത്രം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ്. അതോട് തൻ്റെ ജോലി നഷ്ടപ്പെടാൻ കാരണക്കാരനായ കോശി കുര്യനോട് ആള് ഒരു മാപ്പ് പറഞ്ഞ് വരുമ്പോഴേക്കും ആർക്ക് വേണം തൻ്റെ സഹതാപെന്ന മട്ടിന് ചെറ്റെന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഡയലോഗ് മതി ഈ കുട്ടിക്ക് ഇത്രയും ഗട്ട്സ് ഉണ്ടായിരുന്നു എന്ന് പ്രേക്ഷകന് തോന്നാൻ. വെറുതെ അല്ല ഈ പെൺകുട്ടി പോലീസുകാരി ആയത് എന്ന് ഏത് പ്രേക്ഷകനും അന്നേരം മാറി ചിന്തിക്കും. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഈ മൂവിയിൽ എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടറാണ് കണ്ണമ്മ. അതുകൊണ്ടാണ് മിസ് പറഞ്ഞപ്പോഴേ ഞാൻ കണ്ണമ്മേനെ എടുത്തോളാം എന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ കണ്ണമ്മേനെ പറ്റി പറയുകയാണെങ്കിൽ കണ്ണമ്മ ഒരുപാട് കാര്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്താണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. അതായത് ആദ്യത്തെ കാര്യം കണ്ണമ്മ ഒരു ആദിവാസി സ്ത്രീയാണ്. ഇത് എല്ലാത്തിലും ഉപരിയായിട്ട് ഒരു സ്ത്രീയാണ്. അപ്പോൾ ഇവരൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ പണ്ട് തൊട്ട് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കണ്ണമ്മ നമ്മുടെ മനസ്സിൽ സ്റ്റേ ചെയ്യാനുള്ള ഒറ്റ ഡയലോഗ് മതി. അത് പറഞ്ഞു വരുമ്പോൾ ശരിയാവുമെന്ന് എനിക്കറിയില്ല. നിൻ്റെ അമ്മച്ചി ഇപ്പോഴും ഉണ്ടോടാ, നിൻ്റെ അമ്മച്ചി ചത്തിൻ്റെ എവിടെ എന്നൊക്കെ പുള്ളിയോട് ചോദിക്കുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് ശരിക്കും മനസ്സിലാവുന്ന ഈ ബിജു മേനോൻ്റെ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഭയങ്കര ടഫ് സ്ട്രോങ് ഒരു ക്യാരക്ടർ. അപ്പം പുള്ളിയായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന എന്താ പറയുക അതിൻ്റെ ആ ഒരു ധൈര്യവും എന്തുകൊണ്ടെങ്കിലും നട്ടിൽ നിവർത്തി നിന്ന് പറയാൻ പറ്റുന്ന നല്ലൊരു ഭാര്യയായ നല്ലൊരു അമ്മയായ നല്ലൊരു എന്താ പറയുക നല്ലൊരു മനുഷ്യ എന്താണ് അവരുടെ ആ ഒരു മനുഷ്യത്വം അവരാ ഓരോ സംഭവങ്ങളോ ഓരോ ഇക്വാളിറ്റി കാണുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നതും ഭയങ്കര വെർബലായിട്ട് പുള്ളിക്കാർക്ക് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഉള്ളിലെ ആ ഒരു മനുഷ്യ സ്നേഹത്തെ കാണിക്കുന്ന ഇതാണ് എനിക്ക് തോന്നുന്നത്. പേഴ്സണൽ ഫേവറേറ്റ് എൻ്റെ കണ്ണമ്മ. അയ്യപ്പനും കോശി എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് ശ്രദ്ധ നേടിയ ഒരു ഗായികയാണ് മൻസിയമ്മ. സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് കിട്ടുന്ന വിഷയങ്ങൾ ഗാനങ്ങൾ രചിക്കുകയും സമൂഹത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തൊരു മികച്ച ഗായികയാണ്. കേരളത്തിൻ്റെ ഏറ്റവും അഭിമാനം. അയ്യപ്പൻ നായർ ഇതിൽ അധികാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ കോശി കുര്യനെ ഇതിനൊരു സ്വാധീനം സിനിമാ ഫീൽഡിലും പൊളിറ്റിക്കൽ മേഖലയിലും എല്ലാം സ്വാധീനം വളരെയധികമുള്ള വ്യക്തിയാണ് കോശി കുര്യൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു കായിക പോരാട്ടത്തിലപ്പുറം ഒരു മാനസികമായൊരു സംഘർഷം, അതായത് ഒരു ഈഗോ ക്ലാഷ് തന്നെയാണ് ഈ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലുടനീളം തന്നെ നമ്മളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കും. ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ ഈ അയ്യപ്പനും കോശിയും എന്ന സിനിമയിലാണെങ്കിലും ആ സിനിമയുടെ ഒരു ഹൃദയം തന്നെ ഈ സ്റ്റണ്ടിലാണ് ഇരിക്കുന്നത്. അത് ഒരു മാസും ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ നമ്മുടെ ബാലയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ജയ് ബാലയ്യ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ ഒരു പ്രത്യേകത അതാണ്. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വളരെ സ്വാഭാവികതയോടുകൂടി ഇപ്പം നടിമാരായാലും റിയലിസ്റ്റിക് ആയിട്ടുള്ള അപ്പോൾ ആദ്യമേ ശ്രമിക്കുന്നുണ്ടെങ്കിലോ എന്താണോ ഒരു അഭിനയത്തിലൂടെ കോശി കുര്യൻ അവിടെ മദ്യം ചോദിക്കുകയും അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിജുമേനാണ് ഒരു അധികാരം ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള പെട്ടെന്നൊരു ആവശ്യം തോന്നിയപ്പോൾ ചെയ്യാൻ വേണ്ടി കുതിർന്നു, മദ്യം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി കുതിർന്നു. പക്ഷെ അതവിടെ കോശി കുര്യൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരുന്നത്. ഒരു അഭിനയത്തിലൂടെ അതൊരു നെഗറ്റീവായിട്ട് എടുത്തിരുന്നത്. അത് റെക്കോർഡ് ചെയ്യുമ്പോൾ പറയുകയാണെങ്കിൽ ആണ് ആ സിനിമ. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കാൻ രണ്ടുപേർക്കും പറ്റത്തില്ല. എന്നാൽ ചില സമയത്ത് ചിന്തിക്കുന്നുണ്ട്, വിട്ടുകൊടുത്താൽ നന്നാവില്ലെന്ന് ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ഒരു വലിയ വഴക്കിലാണ് അവർ ചെന്ന് അവസാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് നോർമലി രണ്ട് പുരുഷന്മാർ തമ്മിൽ വഴക്കുണ്ടായത് എങ്ങനെ അവസാനിക്കുമോ ആ ഒരു രീതിയിൽ തന്നെയാണ് സിനിമയെ അവസാനിച്ചിരിക്കുന്നത്. पुत्र को परिका भोगिरा
വെകുവോക പൂത്തിർക്ക് പൂ പറിക്കാൻ പോകിലാമോ വിമേനാത്തെ പക്കിലമോ തില്ലേ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 ലോ തില്ലേ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 ലോ വടക്കാത്ത പുങ്കമേരം പൂ പറിക്കാൻ പോകിലാമോ വടക്കാത്ത പുങ്കമേര വെകുവോക പൂത്തിർക്കോ പൂ പറിക്കാൻ പോകിലാമോ വിമേനാത്തെ പക്കിലമോ